ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന മുസ്ലിം ലീഗിന് കോൺഗ്രസിന്റെ ഉറപ്പ്. ചർച്ചയിൽ ധാരണയായെന്നും ലീഗ് നേതൃത്വം തീരുമാനമെടുക്കുമെന്നും കെപിസിസി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞു. ചർച്ച തൃപ്തികരമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. മൂന്നാം സീറ്റിൽ ഉറച്ചുനിന്ന ലീഗിനെ അനുനയിപ്പിക്കാൻ ആലുവയിൽ വെച്ചായിരുന്നു പ്രത്യേക ചർച്ച. ഏറെ ദിവസമായി പ്രതിസന്ധിയിലായിരുന്ന UDFന്റെ സീറ്റ് വിഭജന ചർച്ചയ്ക്ക് ഒടുവിൽ പര്യവസാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗും ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകാനാകില്ലെന്ന നിലപാടിൽ നിന്ന് കോൺഗ്രസും വിട്ടുവീഴ്ച ചെയ്തതോടെയാണ് സമവായമുണ്ടായത്. ഉഭയകക്ഷി ചർച്ച തൃപ്തികരമാണെന്നായിരുന്നു ചർച്ചയ്ക്ക് ശേഷം പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ചർച്ചയൊക്കെ എപ്പോഴും പോസിറ്റീവ് തന്നെ, കുഴപ്പങ്ങൾ ഒന്നുമില്ല. 27 കാലത്താണ് ഞങ്ങളുടെ മീറ്റിംഗ് പാണക്കാട് വിളിച്ചിരിക്കുന്നത്. അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ചർച്ചയിൽ ധാരണയായെന്നും ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടെന്നും വി.ഡി. സതീശൻ. ഞങ്ങൾ സംതൃപ്തരാണ്, ഞങ്ങൾ രണ്ടു കൂട്ടരും സംതൃപ്തരാണ്. ചർച്ചകൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ലീഗ് കോൺഗ്രസ് നേതാക്കൾ ചർച്ചയിലെ ധാരണ വ്യക്തമാക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ആ സസ്പെൻസ് കെപിസിസി പ്രസിഡന്റ് കെ. സുധാകരൻ പൊളിച്ചു. ലീഗിന് രാജ്യസഭാ സീറ്റ് ഓഫർ ചെയ്തുവെന്ന് കെ. സുധാകരൻ. രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവർ എടുക്കുമെങ്കിൽ അവർക്കത് കൊടുക്കാം. അത് അവർ ഓക്കെ പറഞ്ഞില്ല. അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമേ അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷനോടുകൂടി വി വിൽ കൺസിഡർ ദാറ്റ്. രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നെങ്കിലും ലീഗിനെ പിണക്കാതെ ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കാനായതിൽ കോൺഗ്രസിന് ആശ്വസിക്കാം. മൂന്നാം സീറ്റ് ലഭിച്ചില്ലെങ്കിലും രാജ്യസഭാ സീറ്റ് നേടിയെടുക്കാനായതിൽ ലീഗ് നേതൃത്വത്തിനും ആശ്വസിക്കാൻ വകയുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.